إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع الأليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പഠിച്ചു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമമുണ്ടാകണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരിപൂർണമായി ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഓതിവെച്ച വചനം 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ 27-ാമത്തെ വചനമാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ് എന്ന് നമുക്കറിയാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു തആല പറയുന്നത്, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരണമെങ്കിലും യഥാർത്ഥ പാരത്രിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. എപ്പോഴാ അത് എന്നറിയുകയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ച്, ഏത് നാട്ടിൽ വെച്ച്, എപ്പോ മരിക്കും എന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. എപ്പോൾ, എവിടെ, എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുസ്ലിമായി, മുഅ്മിനായി, ഈമാൻ പരിപൂർണമായി മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സച്ചരിതരായ മുൻഗാമികളും അമ്പിയാക്കളും എല്ലാം നല്ല ജീവിതം നയിച്ചുകൊണ്ട് നല്ല മരണത്തെ ആഗ്രഹിക്കുകയും തേടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിന്റെ 193-ാമത്തെ വചനത്തിൽ കാണാം, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, റബ്ബേ, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, നിങ്ങൾ വിശ്വാസികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് പ്രബോധകന്മാർ വിളിക്കുന്ന വിളി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. റബ്ബേ അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കൽ വിശ്വസിക്കണം എന്ന വിളി.
അതുകൊണ്ട് തന്നെ ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു തരികയും ചെയ്യണം. വതവഫന, ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണം. എങ്ങനെ? മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിലായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണേ. ഈമാനോടുകൂടി മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നതാണ് ആ പ്രാർത്ഥന. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഏതൊരു ഉത്ബോധനത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. പോരാ, വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മുഅ്മിനുകളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്നതാണ് ആഹ്വാനം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. റബ്ബേ, നീ എന്നെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണേ. സഹോദരങ്ങളെ, ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളുടെയും ബാഹ്യമായ പ്രവർത്തനം കണ്ടിട്ട് അയാൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്നുറപ്പിക്കാൻ തരമില്ല എന്നാണ്. ഒരുപക്ഷെ ഈ പ്രസന്റിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും മരണത്തിന്റെ തൊട്ടു മുൻപ് എന്തായി തീരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല മിൻകും ലയഅമലു ബിഅമലിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിലേക്കുള്ള അമലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്കുള്ള അമലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, അവന്റെയും അവന്റെ മരണത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കി നിൽക്കേ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, രേഖ അവനെ മുൻകടക്കും. ഫയുഖ്തമു ലഹു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ, നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുകയും അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ വഇന്നർ റജുല മിൻകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ, ഒരാൾ നരകത്തിലേക്കുള്ള അമലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, അങ്ങനെ അയാളുടെയും അയാളുടെ മരണത്തിന്റെയും ഇടയിൽ ഒരു മുഴം അകലം മാത്രം ബാക്കി നിൽക്കേ സുമ്മ യസ്ബിഖു അലൈഹിൽ കിതാബ്, രേഖ അവനെ മുൻകടക്കും. എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് നേരത്തെ അറിയുന്ന അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ച രേഖയെ മുൻകടക്കും. ഫയുഖ്തമു ലഹു ബിഅമലി അഹ്ലിൽ ജന്നതി ഫയദ്ഖുലുഹാ, അങ്ങനെ സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ മരിക്കുകയും അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ അവരെയും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇപ്പൊ എന്ത് എന്നുള്ളതിലല്ല, ജീവിതത്തിന്റെ അവസാന സമയത്ത് എന്ത് എന്നുള്ളതിലാണ് കാര്യം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ജൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ആയുസ് എൻ്റെ അവസാനമാക്കണമേ. വഖൈറ അമലി ഖവാതിമഹു, എൻ്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മം അവസാനം ചെയ്യുന്ന കർമ്മമാക്കണേ. വഖൈറ അയ്യാമി യൗമ അൽഖാക്, അല്ലാഹുവേ എൻ്റെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാക്കണേ റബ്ബേ. കാരണം എന്താ? നമ്മളിപ്പോ എന്ത് എന്നുള്ളതില്ല സഹോദരങ്ങളെ, നമ്മുടെ ആഖിബത്ത് പര്യവസാനം നന്നായി കിട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത സമയത്ത് അവസാന സമയത്ത് എന്തെന്നുള്ളതിലാണ് കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാർ ഫഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. ചില ആളുകൾ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ സ്വർഗാവകാശിയായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയായിരിക്കും. എന്താണ് കാരണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഏറ്റവും അവസാനം എന്താണ് ചെയ്യുക എന്നതാണ് അല്ലാഹു തആല പരിഗണിക്കുക. അപ്പൊ അവസാനം നന്നായി കിട്ടണം.
മുസ്ലിമായി കൊണ്ട് ജീവിച്ച് മുഅ്മിനായി മരിക്കുക എന്നത് കേവലം ഒരു സ്വപ്നമായി കൊണ്ട് നടന്നാൽ മാത്രം പോരാ, കുറച്ച് അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ദുനിയാവിലെയും ദുനിയാവിലെ ജീവിതത്തെയും സംബന്ധിച്ച് ബോധമുള്ള ഒരു മുസ്ലിമിന് എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ആഗ്രഹവും പരിശ്രമവും പ്രാർത്ഥനയും അവസാനം നന്നായി കിട്ടാനായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഒരാളുടെ ജീവിതം എപ്രകാരമാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം. വമൻ മാത അലാ ഷൈഇൻ ബുഅസ അലൈഹി. ഒരാളുടെ മരണം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പം നല്ല മരണം വരിക്കണമെങ്കിൽ നല്ലവനായിട്ട് ജീവിക്കണം. എന്തൊക്കെയാ നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ? പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. ഒന്ന്, അന്നുത്ഖു ബിശ്ശഹാദത്തി ഇൻദൽ മൗത്ത്. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി മരിക്കാൻ കഴിയുക എന്നതാണ് നല്ല മരണത്തിന്റെ ലക്ഷണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു കലിമ. തീർച്ചയായും എനിക്കൊരു വാചകം അറിയാം. ലാ യഖൂലുഹ അബ്ദുൻ ഇൻദ മൗതിഹി. ഏതെങ്കിലും ഒരടിമ തന്റെ മരണസമയത്ത് അത് പറഞ്ഞാൽ ഇല്ലാ അശ്റക ലഹാ ലൗനുഹു വനഫസല്ലാഹു അൻഹു കുർബതഹു. അവന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവന് ആശ്വാസം നൽകി അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. വഹിയ ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാ. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാചകമാണ്. അതുകൊണ്ടാണ് മരണാസന്നനായ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയെ ഓർമ്മിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ. മരണാസന്നനായവനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഓർമ്മിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ ആബിദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു സുമ്മ മാത അലാ ദാലിക്. ഒരടിമ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. വ ഇൻ സനാ വ ഇൻ സറഖ. അവൻ വ്യഭിചരിച്ചവനാണെങ്കിലും മോഷണം നടത്തിയവനാണെങ്കിലും ശരി, മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ സാധിച്ചാൽ അതിനുള്ള ഒരു ഗുണം അവൻ അള്ളാഹു നൽകാതിരിക്കില്ല എന്നാണ്. അപ്പോൾ എവിടെ വെച്ച് എപ്പോഴാണ് മരണമെങ്കിലും സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല മരണത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം അയ്യർഷഹ ജബീനഹു ബിൽ അറഖ്. ഒരാൾ മരിക്കുമ്പോൾ അവന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നതാണ്. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗത്തുൽ മുഅ്മിനി ബി അറഖിൽ ജബീൻ. ഒരു യഥാർത്ഥ വിശ്വാസി മരിക്കുമ്പോൾ അവന്റെ നെറ്റിത്തടം വിയർക്കുന്നതാണ്. രണ്ട് രീതിയിൽ വിയർപ്പുണ്ടാകുമെന്നാണ് ഇതിന്റെ ശർഹിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അക്ഷരാർത്ഥത്തിൽ തന്നെ നെറ്റിത്തടം വിയർക്കും. രണ്ടാമത്തത്, അത്രയും നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെതായ അധ്വാനം നടത്തിയതിൻ്റെ വേർപ്പായിരിക്കും. അപ്പം നെറ്റിത്തടം വേർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ട് മരിക്കാനാവുക എന്നത് ഒരു മുഅ്മിനിന്റെ മരണത്തിന്റെ അടയാളമാണ്. നല്ല മരണത്തിന്റെ മൂന്നാമത്തെ ലക്ഷണം പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസിലും കാണാം, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ അഥവാ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിലുള്ള മരണം അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ മുസ്ലിമിൻ യമൂത്ത് യൗമുൽ ജുമുഅ മാ മിൻ മുസ്ലിമിൻ യമൂത്ത് യൗമൽ ജുമുഅ ലൈലത്തുൽ ജുമുഅ. ഒരു മുസ്ലിം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവന് മോചനം നൽകാതിരിക്കുകയില്ല. വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ മരിക്കുക എന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നല്ല മരണത്തിന്റെ നാലാമത്തെ അടയാളം അയ്യമൂത ഷഹീദൻ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ടുള്ള മരണം നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസ്വാൽ.
ഒരു ഷഹീദായ മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുക്കൽ 6 ഗുണങ്ങളുണ്ട്. ഒന്ന്, യുഗ്ഫറ ലഹു ഫീ അവ്വലി ദഫ്അ, അവൻ്റെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ തുള്ളി രക്തം തെറിക്കുമ്പോൾ തന്നെയും അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. 2, വയുറാ മഖഅദഹു മിനൽ ജന്ന, വയുറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിലെ തൻ്റെ ഇരിപ്പിടത്തെ അള്ളാഹു തആല അവന് കാണിച്ചു കൊടുക്കും. സ്വർഗത്തിലുള്ള തൻ്റെ ഇരിപ്പിടം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. 3, വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. 4, വയഅ്മനു മിനൽ ഫസഇൽ അക്ബർ, അന്ത്യനാളിൽ പരലോകത്ത് വിചാരണയ്ക്ക് എത്തി നിൽക്കുമ്പോഴുള്ള യഥാർത്ഥ ഭയത്തിൽ നിന്ന് അള്ളാഹു തആല അവന് നിർഭയത്വം നൽകും. 5, വയുഹല്ല ഹുല്ലത്തൽ ഈമാൻ, ഈമാനിന്റെ ഉടയാട പരലോകത്ത് അള്ളാഹു തആല അവനെ ധരിപ്പിക്കുന്നതാണ്. അടുത്തത് വയുസവ്വിജു മിനൽ ഹുരിൽ ഐൻ, സ്വർഗത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. വയുശഫഉ ഫീ 70 ഇൻസാനിൻ മിൻ അഖാരിബിഹി, അവന്റെ കുടുംബത്തിൽ നിന്ന് 70 ആളുകൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു തആല പെർമിഷൻ നൽകും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ഷഹീദിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമാണിത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നത് ഏറ്റവും നല്ല മരണത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. എങ്കിൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പോരാടി ശത്രുവിൻ്റെ വെട്ടും കുത്തുമേറ്റ് പിടഞ്ഞു മരിക്കുന്നവർ മാത്രമല്ല ഷഹീദ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, മാ തഅദ്ദൂന ഷഹീദ ഫീക്കും, ഷഹീദ് എന്ന് വെച്ചാൽ നിങ്ങളിലെ ആരാണ് എന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? ഖാലു, അവർ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരല്ലേ നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദായവർ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, യുദ്ധത്തിൽ പോരാടി മരിക്കുന്നവർ മാത്രമാണ് ഷഹീദെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ ശുഹദാക്കളാകാൻ അവസരം കിട്ടുന്നവർ വളരെ വിരളമായിരിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ ഷഹീദാണ്. ഷഹീദുകളിൽ നമ്പർ 1 അവർ തന്നെയാണ്. എന്നാൽ വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ സാധാരണ മരണം വരിച്ചാലും അവൻ ഷഹീദാണ്. വമൻ മാത ഫി ത്വാഊനി ഫഹുവ ഷഹീദ്, പ്ലേഗ് രോഗം ബാധിച്ച ഒരാൾ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, വയറിന് അസുഖം ബാധിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ആരിഖ ഫഹുവ ഷഹീദ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനും വസ്വാഹിബുൽ ഹദ്മു വശഹീദു ഫീ സബീലില്ലാഹ്, തീപൊള്ളലേറ്റ് മരിക്കുന്നവനും അതുപോലെ കെട്ടിടം തകർന്നു വീണ് മരിക്കുന്നവനുമെല്ലാം ഷഹീദാണ്. ഷഹീദുകളുടെ ദർജ, ഷഹീദുകളെ പറ്റി എണ്ണിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി വഹുവ ഷഹീദ്, ഒരാൾ തൻ്റെ സ്വത്ത് സംരക്ഷണാർത്ഥം കൊല ചെയ്യപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്, ഒരാൾ തൻ്റെ ദീൻ ആദർശം സംരക്ഷണാർത്ഥം ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അവനും ഷഹീദാണ്. വമൻ ഖുതില ദൂന നഫ്സിഹി ഫഹുവ ഷഹീദ്, ഒരാൾ തൻ്റെ നഫ്സ്, തൻ്റെ ജീവൻ, തൻ്റെ ശരീരം സംരക്ഷിക്കുന്നിടത്ത് കൊല ചെയ്യപ്പെട്ടാൽ അവനും ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി വഹുവ ഷഹീദ്, ഒരാൾ തൻ്റെ കുടുംബത്തിൻ്റെ ഇണയുടെ മക്കളുടെ സംരക്ഷണാർത്ഥം കൊല ചെയ്യപ്പെട്ടാൽ അവനും ഷഹീദാണ്. അതുകൊണ്ട് നല്ല നല്ല കർമ്മത്തിന് നമ്മളൊക്കെ പ്രാപ്തരാവുക എന്നുള്ളതാണ് നല്ല മരണത്തിൻ്റെ 5ാമത്തെ അടയാളം. അതാണ് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും നല്ല മരണത്തിൻ്റെ അടയാളം. അയ്യുഖ്തമ ലഹു ബിഅമലി സ്വാലിഹിൻ കസിയാമി യൗമിൻ ഔ സദഖത്തിൻ ഔ ദിക്രിൻ ഔ ദുആ, നോമ്പുകാരനായിരിക്കയോ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കയോ ദിക്റിലായിരിക്കയോ ദുആയിലായിരിക്കയോ നിസ്കാരത്തിലായിരിക്കയോ സുജൂദിലായിരിക്കൊണ്ടിരിക്കുമ്പോഴോ മരണപ്പെടുക എന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദി ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നന്മയെ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവനെ കർമ്മത്തിന് വേണ്ടി നിയോഗിക്കും, അവനെ കർമ്മത്തിന് വേണ്ടി നിയോഗിക്കും. ഫഖീല, സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ കർമ്മത്തിന് വേണ്ടി നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലെ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഫഖിഹു ലിഅമലി സ്വാലിഹിൻ ഖബ്ല അൽ മൗത്ത്,
യുഫഖിഹു ലിഅമലി സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് തൊട്ട് മുൻപ് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകലാണ്. സുമ്മ യഖ്ബിദുഹു അലൈഹി, പിന്നെ അവൻ ആ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു അവനെ പിടികൂടുകയും ചെയ്യും. അള്ളാഹു തആല ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാൻ അവൻ അവസരം നൽകും എന്നാണ്. അതുകൊണ്ട് എവിടെ വെച്ചാവട്ടെ, എപ്പോഴാകട്ടെ, എങ്ങനെയാകട്ടെ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു നന്മയിലായി കൊണ്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നല്ല ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനം ഒരാൾ നോമ്പിലായിരിക്കെ ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ, നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. വമൻ തസദ്ദഖ ബിസദഖ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കെയാണ് ഒരാളുടെ മരണമെങ്കിൽ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ദാനധർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ, സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ മരണമെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. അതാണ് അഞ്ചാമത്തെ നല്ല മരണത്തിന്റെ അടയാളം. അതുകൊണ്ട് എവിടെ വെച്ചാൽ മരിക്കാൻ നമുക്ക് തീർച്ചപ്പെടുത്താൻ അറിയില്ല എങ്കിലും എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നന്നാക്കി തീർക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ പഠിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കാനുള്ള മഹാ തൗഫീഖ് നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മരണത്തിൻ്റെ ഏതാനും ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരാളുടെ മരണം നന്നാകുന്നതിൻ്റെ ആറാമത്തെ അടയാളം എന്നത് സനാഉൻ നാസി അലൈഹി ബഅദ മൗതിഹി, തൻ്റെ മരണാനന്തരം ആളുകൾക്ക് തന്നെക്കുറിച്ച് നല്ലതു മാത്രം പറയാനുണ്ടാവുക എന്നതാണ്. നമ്മുടെ മരണത്തെ തുടർന്ന് നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ മഹല്ലുകാർക്കും നമ്മെക്കുറിച്ച് നല്ലത് മാത്രം പറയാനുണ്ടാവുക എന്നത് നല്ല മരണത്തിൻ്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരിൽ ഒരാളുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് റിയാ ആയി മാറും. എന്നാൽ അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ച നല്ല നല്ല കാര്യങ്ങളെ നമ്മുടെ മരണത്തിന് ശേഷവും ആളുകൾക്ക് പറയാനുണ്ട് എങ്കിൽ അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടി ഒരിക്കൽ മർറൂ ബി ജനാസ, ഒരു ജനാസക്കരികെ നടന്നുപോയപ്പോൾ ഫഅസ്നു അലൈഹാ ഖൈറ, സ്വഹാബത്ത് ഒന്നടങ്കം ആ ജനാസയെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കേൾക്കേണ്ട താമസം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് വജബത് വജബത്, നിർബന്ധമായി, ഉറപ്പായി, അനിവാര്യമായി. ثم مروا بأخرى فأثنوا عليها شرا, മറ്റൊരു ജനാസക്കരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ സ്വഹാബത്ത് ആ മയ്യത്തിൻ്റെ ന്യൂനതകളും പോരായ്മകളും കുറവുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് വജബത് വജബത്, ഉറപ്പായി, നിർബന്ധമായി, തീരുമാനമായി. അവർ രണ്ട് ജനാസക്ക് അരികിലൂടെ പോകുമ്പോഴും ഇതിന് സാക്ഷിയായി, രംഗത്തിന് സാക്ഷിയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ വമാ വജബത്, എന്താണ് അനിവാര്യമായത്?
എന്താണ് അള്ളാഹുവിൻ്റെ റസൂലെ നിർബന്ധമായത്, ഉറപ്പായത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ. ഒരു മയ്യത്തിന് മുമ്പ് നിങ്ങൾ കണ്ടപ്പോൾ ആ മയ്യത്തിന്റെ നന്മകളെ കുറിച്ചല്ലേ നിങ്ങൾക്ക് പറയാനുണ്ടായത്? ഫവജബത് ലഹുൽ ജന്ന, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം ഉറപ്പായിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹാദാ അസ്നൈതും അലൈഹി ശർറാ, ഈ ഒരു മയ്യത്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ മയ്യത്തിന്റെ പോരായ്മകളും ന്യൂനതകളും കുറവുകളുമല്ലേ പറയാനുണ്ടായത്? ഫവജബത് ലഹുന്നാർ, ആ മയ്യത്തിന് നരകവും ഉറപ്പായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള സാക്ഷികളാണ് നിങ്ങൾ. നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണത് പറഞ്ഞത്, ആത്മാർത്ഥമായിട്ടാണ് ഒരാളെ വിലയിരുത്തിയത്. അതൊരു ഷഹാദത്തായി സാക്ഷ്യമായിട്ട് അല്ലാഹു തആലയുടെ അടുക്കലുണ്ടെന്നാണ്. സഹോദരങ്ങളെ, ഇതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മസ്അലകൾ ഇതുമായി ചേർത്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബുൽ അംവാത്, നിങ്ങൾ മരിച്ചവരെ പറ്റി മോശമായി കൊണ്ട് പറയരുത്. ഒരു മയ്യത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആളെക്കൊണ്ട്, എത്ര ആളുകളെ കൊണ്ട് പറയിപ്പിച്ചാ പോയത്, മരിച്ചു പോയവരെ പറ്റി മോശമായി കൊണ്ടൊന്നും നിങ്ങൾ പറയരുത്. കാരണം അവർ അവരുടെ കർമ്മങ്ങൾക്ക് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അവർ ചെയ്തു വെച്ചതിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നാണ്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത്ത്, നിങ്ങളൊരു രോഗിയെയോ മയ്യിത്തോ സന്ദർശിക്കുമ്പോൾ ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് മാത്രം പറയണേ. കാരണം എന്താ? ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, കാരണം നിങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് മലക്കുകളുടെ പ്രാർത്ഥന എന്നും എന്താണ് മലക്കുകളുടെ ആമീൻ എന്നും മുമ്പൊരു ഖുത്ബയിൽ നമ്മൾ പഠിച്ചവരാണ്. പറഞ്ഞു വരുന്നത്, ഒരു മരിച്ചയാളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി മനസ്സ് തട്ടിയിട്ട് നല്ലത് മാത്രം പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് അയാളുടെ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ തന്നെയും നമ്മുടെ മരണം നന്നാകാൻ നമ്മുടെ ജീവിതം നന്നാക്കണം. ആദ്യം വിശ്വാസം ശരിയാക്കണം. വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ അല്ലാഹു തആല സബാത്ത് നൽകൂ എന്ന് നമ്മൾ അറിയണം. എന്താ സബാത്ത് എന്ന് പറഞ്ഞാൽ? ശക്തമായ ഈമാനുള്ളവർക്ക് നിരന്തരമായ പ്രാർത്ഥനയും പ്രവർത്തനവും നടത്തുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് സബാത്ത്, സ്ഥിരത എന്നത്. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളൊക്കെയും ഭയപ്പെട്ടിരുന്നത് ഇതിൽ നിന്നുള്ള വ്യതിചലനത്തെയാണ്. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ സബാത്ത് കൊണ്ട് ഉറപ്പിച്ച് നിർത്തു പടച്ചവനെ, അലാ ദീനിക്, നിന്റെ ദീനിൽ. പോരാ, സൂറത്ത് ആലു ഇമ്രാനിലെ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കണം, പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. യഥാർത്ഥ വിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണേ റബ്ബേ, തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, നന്മയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് നമുക്കുണ്ടാകൂ. അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണത്തെ എതിരേൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ ആദ്യം ഓതി വെച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അല്ലാഹു തആല പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഐഹികമായ ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്ക് കൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ പറയില്ല, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ, ചോദ്യത്തിന്റെ വേളയിൽ ഇയാളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് മരിച്ചതിന് ശേഷം ഖബറിൽ പോയി കിടക്കുമ്പോൾ മാത്രം കിട്ടിയാൽ പോരാ, ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടണം. ഏതാണ് ആ സുസ്ഥിരമായ വാക്ക്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കേവലം പറഞ്ഞു മരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും അതിനോട് 100% നീതിയും കൂറും പുലർത്തി ജീവിച്ചെങ്കിൽ മാത്രമേ അവസാനത്തെ വാചകം നാവിൻ തുമ്പത്ത് അല്ലാഹു തആല കൊണ്ടുവരൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വയുളില്ലുല്ലാഹു ദ്വാലിമീൻ, അക്രമകാരികളെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും ചെയ്യും. വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു എന്നതാണ് ആ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും നമുക്ക് നന്നാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ, പാപങ്ങളെ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, പലവിധ രോഗങ്ങളെ കൊണ്ട്, വേദനകളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ആശുപത്രി വരാന്തകളിലും വീടകങ്ങളിലും കഴിയുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. അള്ളാഹുവേ, രോഗത്തെ നൽകിയവൻ നീയാണ്. അവർക്ക് പരിപൂർണമായ ശിഫയും ആശ്വാസവും നീ പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. അള്ളാഹുവേ, എപ്പോൾ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണമെങ്കിലും ഞങ്ങളുടെ മരണത്തെ ഞങ്ങൾക്ക് നീ നന്നാക്കി തരണമേ റഹ്മാനെ. മഈശത്തിനായി ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ വ്യവസായം, അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയുൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.